ഈ വാർണർ ബ്രോസ് ഉണ്ടല്ലോ, അവർക്ക് ഏതെങ്കിലും ഒരു സിനിമ ഹിറ്റായി കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ സീക്വൽ ഇറക്കണം, അത് നശിപ്പിക്കണം, അങ്ങനെ ഒരു ചിന്ത മാത്രമേ ഉള്ളൂ. റീസെൻ്റായിട്ട് വാർണർ ബ്രോസിൻ്റെ സൈഡിൽ നിന്ന് ഇറങ്ങിയ അവർക്ക് ഹിറ്റായ ഏറ്റവും നല്ല സിനിമയായിരുന്നു സിന്നേഴ്സ് എന്ന് പറഞ്ഞാൽ. ആ സിനിമ ഇങ്ങനെ ഭയങ്കര സക്സസ് ആയി. അപ്പം ഇവരിതിൻ്റെ ഒരു സിന്നേഴ്സ് യൂണിവേഴ്സ് സെറ്റ് ചെയ്യുന്നതിനെ പറ്റിയിട്ട് അന്നോട്ട് ഇങ്ങനെ സംസാരിക്കുന്നുണ്ട്. അപ്പം ഇത് റയൻ ഗൂഗിളർ തന്നെ ആയിരിക്കും ഡയറക്റ്റ് ചെയ്യുന്നതെന്നാണ് എല്ലാവരും വിചാരിച്ചത്. പക്ഷേ ഇപ്പം ലേറ്റസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ള അപ്ഡേറ്റിൽ റയൻ ഗൂഗിളറിന് ഒരു സീക്വൽ ചെയ്യാനായിട്ട് താല്പര്യമില്ല. ഇപ്പം എങ്ങനെയാണോ സിനിമ നിൽക്കുന്നത് അങ്ങനെ നിൽക്കാനാണ് റയൻ ഗൂഗിളിന് താല്പര്യം. അപ്പം പുള്ളി പറയുന്നത് ഞാൻ ഈ ഒരു സീക്വൽ ചെയ്യുന്നില്ല എന്നാണ്. അപ്പം വാർണർ ബ്രോസ് ഉടനെ പറഞ്ഞു ഞങ്ങൾ റയൻ ഗൂഗിളറിനെ ഉദ്ദേശിക്കുന്നില്ല, പുള്ളി ചെയ്യണ്ട, നമുക്ക് വേറെ ഏതെങ്കിലും ഡയറക്ടറിനെ കൊണ്ടുവന്നിട്ട് സിന്നേഴ്സിൻ്റെ ഒരു സീക്വൽ ചെയ്യാം. ഇവന്മാരെ പോലെ ഉണ്ടല്ലോ, ഇത് ഈ ഒരു സിനിമ സിന്നേഴ്സ് ഇങ്ങനെ ഹിറ്റായത് അത് റയൻ ഗൂഗിളർ ഡയറക്റ്റ് ചെയ്തുകൊണ്ട് മാത്രമാണ്. 100% ഷുവറാണ്. അത് വേറെ ഏതെങ്കിലും ഡയറക്ടർ ചെയ്തിരുന്നുണ്ടെങ്കിൽ ഇങ്ങനെ വരില്ല. കാരണം റയൻ കൂഗ്ലർ തിങ്സ് ഉണ്ട് കുറേ ഇതിനകത്ത്. അത് പുള്ളിയുടേതായ കുറച്ച് ഡയറക്ടർ ബ്രില്യൻസ് സാധനങ്ങളൊക്കെ വെച്ച് പുള്ളി സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ സ്റ്റോറി എഴുതിയതും റയൻ കൂഗ്ലർ തന്നെയാണ്. അപ്പം ഇനി വേറെ ഏതെങ്കിലും ഒരു റൈറ്ററെ കൊണ്ടുവന്ന് കഥ എഴുതിപ്പിച്ച് ഒരു സീക്വലോ ബ്രേക്കലോ ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ വരണം എന്നില്ല. വെറുതെ പൈസ പോകുന്ന പരിപാടിയാണ്. അല്ലെങ്കിലും വാർണർ ബ്രോസിനുള്ളതാണ് ഇങ്ങനെ കുറേ ചവറ് പോലെ ആവശ്യമില്ലാത്ത സാധനങ്ങൾ നടക്കും. ഇത് റയൻ കൂഗ്ലർ തന്നെ ചെയ്യുകയാണ്. എൻ്റെ ഒരു ത്രെഡ് ഉണ്ട്, ഞാൻ സ്റ്റോറി ചെയ്യാം എന്നുണ്ടെങ്കിൽ ഓക്കെ. ഇത് വെറുതെയാണ്. നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? ഇത് വേറൊരു ഡയറക്ടർ ചെയ്ത് കഴിഞ്ഞാൽ സിന്നേഴ്സ് ഇപ്പോൾ കണ്ടതുപോലെ ആകുമോ?